ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് കമലയും വൈജയന്തിയും കൂടെ സുമിത്രയെ സെലക്ട് ചെയ്യുന്നതാണ്. സുമിത്രയെ കൊണ്ട് വൈജയന്തി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രോഹിത് ചോദിക്കുകയാണ്, അമ്മ ഇന്നലെ എവിടെയായിരുന്നു, ഇതാരാണെന്ന്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ ഇന്നലെ കൊല്ലപ്പള്ളിയിലായിരുന്നു. അപ്പോൾ ഇത് സുമിത്ര, നമ്മുടെ പുതിയ ഹോം നേഴ്സാണെന്ന് പറയാണ്. അങ്ങനെ രോഹിത് പുറത്തു പോവാണ്. അപ്പോൾ ശേഷം ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് സുമിത്രയെ കൊണ്ട് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അടുത്ത് വൈജയന്തി പറയാണ്, ഇത് അമ്മയെ നോക്കാൻ വന്ന പുതിയ ഹോം നേഴ്സാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇത് ആര് സെലക്ട് ചെയ്തു എന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇത് ഞാൻ സെലക്ട് ചെയ്തു, ഏജൻസിയിൽ നിന്ന് കൊണ്ടുവന്നതാന്നൊക്കെ പറയാം. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ വൈജയന്തിയോട് ഷൗട്ട് ചെയ്യാണ്. വൈജയന്തി പറയാണ്, സുമിത്ര അമ്മയെയും ബാലചന്ദ്രനെയും നോക്കാൻ വന്നതാണെന്നും പറഞ്ഞ് താഴേക്ക് പോവാണ്. അതിനുശേഷം ബാലചന്ദ്രൻ കുറേ ആലോചിച്ചിരിക്കുകയാണ്. താഴെ എത്തിയതിനു ശേഷം സുമിത്ര പറയാണ്, കയറി ഇറങ്ങി വിശക്കാൻ തുടങ്ങി, എനിക്കെന്തെങ്കിലും കഴിക്കാൻ തായോന്ന്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, വാ വന്നിരിക്കുക, എടുത്ത് തരാമെന്ന് പറയാം. ആ സമയത്ത് തന്നെ നമ്മുടെ സുമിത്ര ഡൈനിങ് ടേബിളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇവിടെ അല്ല അടുക്കളയിലെന്ന്. അപ്പോൾ സുമിത്ര പറയാണ്, ഞാൻ അവിടെ ഒന്നും ഇരിക്കില്ല, ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന വരികയും അലീനയോട് പറയാണ് സുമിത്രയ്ക്ക് വിളമ്പി കൊടുക്കാനെന്ന്. സുമിത്ര പറയുന്നുണ്ട്, ചില വീടുകളിലൊക്കെ കൊച്ചമ്മേ മേഡം എന്നൊക്കെ വിളിപ്പിക്കാൻ നോക്കും, പക്ഷെ ഞാനതൊന്നും വിളിക്കില്ല, ഞാൻ ചേച്ചിയെന്നെ വിളിക്കൂ. പിന്നെ അടുക്കള പണി ചെയ്യില്ല, അടിക്കാനും തുടയ്ക്കാനൊന്നും പറയരുത്, അതൊന്നും ഞാൻ ചെയ്യില്ല. ശമ്പളം 20,000 രൂപ, കൂടാതെ ടിപ്പും വേണം, മാസത്തിൽ 4 ലീവും വേണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് വൈജയന്തിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടെങ്കിലും അലീനയെ ഓർത്ത് സുമിത്രയുടെ താളത്തിനൊത്ത് തുള്ളാണ് വൈജയന്തി. അങ്ങനെ അലീന ഭക്ഷണം വിളമ്പി കൊടുക്കാണ്. സുമിത്രയാണെങ്കിൽ ഭക്ഷണം കാണാത്ത പോലെ അലീനയോടും വൈജയന്തിയുടെയും മുമ്പിൽ വെച്ച് വെട്ടി വിഴുങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരാണ്. അപ്പോൾ കുറേ നേരം നമ്മുടെ സുമിത്രയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടിട്ടാ. ശേഷം സുമിത്ര കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് അലീനയെ കൊണ്ട് വൈജയന്തി കഴിപ്പിക്കാൻ നോക്കാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, സുമിത്ര കഴിച്ച പ്ലേറ്റ് അല്ലേ, അത് സുമിത്ര തന്നെ കഴുകി വെക്കട്ടെ എന്ന്. പിന്നീട് ബാലചന്ദ്രൻ സുമിത്രയോട് ചോദിക്കുകയാണ്, ഇവിടെ എന്തൊക്കെയാണ് ജോലി എന്ന്. അപ്പോൾ സുമിത്ര പറയാണ്, ഇവിടെ അടുക്കള പണിയൊന്നും ഞാൻ ചെയ്യില്ല, തുടയ്ക്കാനും അടിക്കാനും അതും ചെയ്യില്ല, മുറ്റം തൂക്കാനും അതും ചെയ്യില്ല. മാസത്തിൽ 4 ലീവ് വേണമെന്നും കൂടാതെ ടിപ്പ് വേണമെന്നും 20,000 രൂപ ശമ്പളം വേണമെന്നും പറയാണ് സുമിത്ര. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഈ പറഞ്ഞ പണികളെല്ലാം ഈ അലീന ചെയ്യും, അവൾക്ക് മാസത്തിൽ ലീവില്ല, ശമ്പളം 15,000 രൂപ. അപ്പോൾ സുമിത്ര വൈജയന്തിയോട് ചോദിക്കുകയാണ്, ഇതെന്തൊക്കെയാണ് പറയുന്നത്, ഓഫീസിൽ ഇതെല്ലാം പറഞ്ഞ് സമ്മതിച്ചതല്ലേ, പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണോ പോണോ എന്ന് ചോദിക്കേണ്ട സുമിത്ര. അപ്പോൾ അത് കേട്ട് ബാലചന്ദ്രൻ അപ്പോൾ തന്നെ പറയാണ്, ഇത് ഇപ്പോൾ തന്നെ തീർപ്പാക്കി തരാം. അങ്ങനെ രോഹിത്തിനോടും ബബിതയോടും ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾക്ക് സുമിത്രയുടെ ആവശ്യമുണ്ടോയെന്ന്. ആവശ്യം ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ അലീന വെക്കുന്ന ഫുഡായാലും നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്തു തരില്ല, ഒരു സഹായവും ചെയ്തു തരില്ല എന്ന് പറയാം. അപ്പോൾ ആലോചിച്ചിട്ട് പറയുമ്പോൾ നമ്മുടെ രോഹിത് ആയാലും ബബിത ആയാലും അലീന വേണമെന്ന് പറയാണ് വീട്ടിൽ. അങ്ങനെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ ഒരു സഹായവും വേണ്ട, എനിക്ക് തന്നെ അറിയാൻ വെച്ച് വിളമ്പി കഴിക്കാനൊക്കെ. അങ്ങനെ സുമിത്ര പിണങ്ങി പോവാണ്. ബാലചന്ദ്രനോട് സൂക്ഷിച്ച് കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ റൂമിലേക്ക് പോവാണ്. ശേഷം ബാലചന്ദ്രൻ്റെ റൂമിൽ നിന്ന് ബെല്ലടിക്കുന്നത് കേട്ട് വൈജയന്തി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്തിനാ ബെല്ലടിച്ചാൽ ഞാൻ ചെയ്തു തരാം എന്ന് വൈജയന്തി പറയാണ് ബാലചന്ദ്രൻ്റെ അടുത്ത്. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ വൈജയന്തിയോട് ദേഷ്യപ്പെടാണ്. ശേഷം അലീന വരികയും ബാലചന്ദ്രന് കുക്കുംബർ സാലഡ് വേണം എന്ന് പറയുകയുമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ 2 പേരും കൂടെ വഴക്ക് കൂടുകയും ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്